ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ എനിക്ക് വന്നിട്ടുള്ള ബിഗ്ഗസ്റ്റ് ഓർഡറിനെ കുറിച്ചുള്ളൊരു വിശേഷങ്ങളാണ് പറയണത്. അപ്പോൾ ഇന്നാണ് എനിക്ക് സത്യത്തിൽ മനസ്സിലായത് എന്തുകൊണ്ടാണ് പഠിച്ചാൽ എനിക്ക് കുറേ ഓർഡേഴ്സൊന്നും തരാത്തത്. ഇന്നോട്ടുള്ള സ്നേഹം കൊണ്ടാണ്. എന്തെന്ന് വെച്ചാൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെ കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ടോ എന്താണെന്നറിയില്ല, ഊരവേദന ബാക്ക് പെയിനായിട്ട് എനിക്ക് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു 5-6 കിലോനോളം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വാൻചോ കേക്കും പിന്നെ ഒരു 2 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 kgക്കായിട്ട് 2 kgൻ്റെ പാത്രം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ 1 kgൻ്റെ പാത്രത്തിൽ 2 തവണ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ടും പിന്നെ സ്ക്വയറിൻ്റെ ഇതാണെങ്കിൽ സ്ക്വയറിൻ്റെ കേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്തും സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഞാനിത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗണാഷും പിന്നെ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും നട്ട്സ് ക്രഷ് ചെയ്തതുമാണ് ഫില്ലിങ്ങിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കേക്കും ഉണ്ടായിരുന്നു. ആ കേക്ക് ഞാൻ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. എന്നിട്ട് ഇതും ആ കേക്കും കൂടെ അവരെ ഡെലിവറി ചെയ്യാനൊക്കെ ഏൽപ്പിച്ച് ഞാൻ ടൂർ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഡെലിവറിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയ മിസ്റ്റേക്സൊക്കെ പറ്റി ചില സാധനങ്ങളൊക്കെ കൊടുക്കാൻ മറന്നുപോയി. ചില സാധനങ്ങൾ വലിയ മിസ്റ്റേക്ക് തന്നെയാണ് സംഭവിച്ചത്, വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മറ്റേ കേക്ക് ചെയ്തത്. എന്നിട്ടും ആ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വളരെ മോശം കേക്കായിരുന്നു ഗൈസ് എന്നൊരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ട്. നമ്മൾ കുറേ ചീത്തയായിട്ടൊക്കെ കേസാണ്, പക്ഷേ മൊത്തമായിട്ട് നമ്മളോട് ദേഷ്യം വന്നിട്ടോ എന്താ അറിയില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തായാലും കോംപ്രമൈസ് ഉണ്ടാവില്ല കാര്യം ഉറപ്പാണ്. ടേസ്റ്റ് കുറയാനൊരു ചാൻസും ഇല്ല. അത്ര റിച്ച് ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ പറഞ്ഞതിൽ ഒരു വിഷമം. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യം വന്നെന്ന് വെച്ചിട്ട് ഇങ്ങനെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവർക്ക് നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതും ആവാം. ഏതായാലും അങ്ങനെ കണ്ടപ്പോൾ ഒരു വിഷമമായിട്ടോ. പിന്നെ ബാക്കി ഉള്ള കേക്ക് ഞാനിങ്ങനെ പരത്തിയാണ് ചെയ്യുന്നത്. ഇതൊരു വാൻചോ കേക്കായിരുന്നു. ഇപ്പോൾ 2 ലെയേഴ്സാണ് വെക്കുന്നുള്ളൂ. ഇത് ഞാൻ 1 kgൻ്റെ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് ബോർഡിനനുസരിച്ച് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ ഞാനത് ക്രം കോട്ട് ചെയ്ത ശേഷം നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഡിസൈൻ ചെയ്തെടുത്തു. ഏതായാലും ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് കേക്ക്സൊന്നും ദിവസം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്നാലും പഠിച്ചോനെ എനിക്ക് 1 kg ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, അതൊക്കെ തന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ മൊത്തം കേക്ക്സ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.